അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ, മനസ്സിലായ? ന്യായമായ തീർപ്പ് ലഭിക്കുന്നു വരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കണം. ഇതിലൊരു വിട്ടുവീഴ്ചയും വേണ്ട, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക്. അച്ഛൻ്റെ ആരാധ്യപുരുഷനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണത്. കേട്ടോ മോളെ? അല്ല മോളെ, അടുത്തെങ്ങാനും PSC എക്സാം ഉണ്ടാ? അതെ, ഇങ്ങോട്ട് വന്നേ. അതെ, പരിശ്രമിച്ചാലേ നടക്കുള്ളൂ ഏത് കാര്യവും, മനസ്സിലായ? അച്ഛാ, കുറെ പേര് ലിസ്റ്റിലുണ്ട്. എപ്പോഴാ ശരിയാവാ എന്നാ ശരിയാവാ എന്നൊന്നും അറിയില്ല. പിന്നെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കാശ് കൊടുത്ത് എവിടെ വേണമെങ്കിലും കയറാം. എൻ്റെ മോള് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. തെറ്റ് കണ്ട ഉടനടി പ്രതികരിക്കും. അച്ഛാ, മികച്ച മാതൃകാ അധ്യാപകനുള്ള അവാർഡ് വാങ്ങിച്ച മാഷിന്റെ മോളാണ് ഈ ഞാൻ സത്യത്തിന്റെ ഒപ്പം മാത്രമേ നിൽക്കൂ. എനിക്കറിയാം അച്ഛാ, എനിക്ക് ജോലി കിട്ടുമെന്ന്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ജോലി നേടിയെടുക്കും. എനിക്കറിയാം എൻ്റെ മോളെ കൊണ്ട് അത് കഴിയുന്നു. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആ, നീ വന്നാ? ഹേ മിസ്റ്റർ, ഇത്ര മാന്യമായിട്ടുള്ള നിങ്ങൾ കാണിക്കണ പരിപാടിയാണെന്ന് ഇവിടെ കുട്ടികൾ നിൽക്കുന്നത് കാണുന്നില്ലേ? ഇനി ഈ പുക ശ്വസിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും വന്നാലോ? ശേ, എന്തായടാ മോനെ, ആ ബ്രോക്കർ വന്നില്ലേ? ഡാ, അയാൾ വന്നില്ലെങ്കിൽ നോക്കണ്ട, ഇനി അയാളെ കാക്കണ്ട. നമ്മുടെ മാമൻ്റെ പരിചയത്തിലേ ഒരാളുണ്ട്. അയാൾക്ക് 3 പെൺമക്കളാണ്. ഇവിടെ അടുത്ത് തന്നെയാണെന്നാ പറയണേ. നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് സമ്മതമാണത്രേ. എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ കല്യാണം. നീ എന്താടാ മോനെ ഈ പറയണേ? നീ എത്ര കാലായി അന്യദേശത്ത് പോയി പണിയെടുത്തതാ? ഇനി നിനക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? നമുക്കിപ്പോൾ ഒരു വീടൊക്കെ ആയില്ലേ? ഡാ, എനിക്ക് വയസ്സായി വരികല്ലേടാ, എന്നെ കൊണ്ട് വയ്യാണ്ടായിടാ. ശരി അമ്മേ, അമ്മയുടെ ഇഷ്ടം പോലെ. ആ, അങ്ങനെ വാ എൻ്റെ മോൻ. നേരം വൈകിയോ? ഇല്ലില്ല മോളെ, അവർ വന്നു. ആ, വരൂ. ആ, ഇരിക്കി. മോനെ. ആ, ശരി. പിന്നെ മാഷ എന്തൊക്കെ വിശേഷങ്ങൾ? എന്ത് വിശേഷം, ഇങ്ങനെ പോണ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നല്ല ചൂട പുറത്ത്. ആ, മഴയൊക്കെ പോയല്ലോ. എന്നാ മോളെ വിളിക്കട്ടെ? ആ, ആയിക്കോട്ടെ. മോളെ, ഇങ്ങോട്ട് പോയോ? മുമ്പ് പരിചയമുണ്ടോ? എവിടെയോ കണ്ടിട്ടുണ്ട്. ആ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചോട്ടാ. അന്ന് ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ആകെ ടെൻഷനായി. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വലിച്ചത്. തെറ്റെവിടെ കണ്ടാലും പ്രതികരിക്കണം. അങ്ങനെ ഞങ്ങളെ അച്ഛൻ പഠിപ്പിച്ചാണ്. കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി അടുത്ത് വരുന്ന നല്ല മുഹൂർത്തം നോക്കി ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കാം, അല്ലേ മാഷേ? മാഷ് സ്ത്രീധനത്തെക്കുറിച്ചൊന്നും മാഷ് ആലോചിക്കുക വേണ്ട. അതിന് മാഷിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അപ്പോൾ നമുക്ക് വലിയ ആഡംബരങ്ങളൊന്നും ആവശ്യമില്ല. ലളിതമായൊരു ചടങ്ങ് അങ്ങ് നടത്തിയാൽ മതി.
പിന്നെ അന്ന് ഇയാള് വിഷമിച്ച് പോണ കണ്ടപ്പോ എനിക്കും ചെറിയൊരു വിഷമായി. ഞാൻ അതിനുശേഷം വലിച്ചിട്ടേ ഇല്ല. എന്നാ ഞാൻ അമ്മയോട് പറയട്ടെ. വാർമോകിൽ ചന്ദ്രികയാണോ പിണ്ടനാടം കുടുങ്ങിയതിന്റെ മോഹിച്ചു നാണിച്ചു വന്നു പിണ്ട പാടവരമ്പത്തിലൂടെ. വാർമോകിൽ ചന്ദ്രികയാണോ പിണ്ടനാടം കുടുങ്ങിയതിന്റെ മോഹിച്ചു നാണിച്ചു വന്നു പിണ്ട പാടവരമ്പത്തിലൂടെ. എന്നോടിഷ്ടം കൂടാ പിണ്ടനാടം കുടുങ്ങി വരുന്നു പാലൊളി തൂകുന്ന പൂളി പിണ്ട പുഞ്ചിരി തൂകി വരുന്നു. പാലൊളി തൂകുന്ന പൂളി പിണ്ട പുഞ്ചിരി തൂകി വരുന്നു. അമ്മ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാവേ. ആ ശരി, ആയിക്കോട്ടെ മോളെ, പോയിട്ട് വാ. ആ ശരി, പോയിട്ട് വരാം. അധികം വൈകണ്ടാട്ടോ മക്കളെ. ഓക്കെ മേ. ആ ദേ ഹെൽമെറ്റ് എടുത്തില്ലല്ലോ. അടുത്തല്ലമ്മേ, അത് കുഴപ്പമില്ല. ശരി. ആ അത് നോക്കിയേ, ആ ചെക്കനും പെണ്ണല്ലേ നിൽക്കുന്നത്. ഇവൻ്റെ അമ്മ ഇവന് വേണ്ടി പെണ്ണാൽ വെച്ചതാ. സ്ത്രീധനം പോരാ പറഞ്ഞിട്ട് ഇവൻ്റെ അമ്മ ഒഴിവാക്കി കളഞ്ഞു. ഇത്രയും നല്ല മാഷ് വേറെ ഉണ്ടാവില്ല. 3 പെൺമക്കളാ. ഭാര്യൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വീട് വിറ്റു. നല്ലൊരു മാഷാ, വീട് സ്ഥലവും വെക്കേണ്ടി വന്നു. ഇപ്പോൾ വാടക വീട്ടിലെ താമസം. എല്ലാം വിധി. അവസാനം മാഷിൻ്റെ ഭാര്യയും മരിച്ചു.